എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ടൈപ്പ് റൈറ്റിംഗ് ഇനി പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കുറേ പേര് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടും കമൻ്റായിട്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു ആൻസർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ ചില ഡിപ്പാർട്ട്മെൻറ്റ് അബോളിഷ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ടൈപ്പിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിൽ നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർ റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നീട് ആ വേക്കൻസി റിപ്പോർട്ട് ചെയ്യില്ല, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഡിപ്ലോമയുണ്ട്, ടൈപ്പ് റൈറ്റിംഗ് ഷോർട്ട് ഹാൻഡ് പഠിപ്പിക്കുന്ന ഒരു ഡിപ്ലോമയുണ്ട്. അതായത് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡിപ്ലോമ പ്രൊവൈഡ് ചെയ്യുന്നത്. ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ്. അപ്പോൾ ഈ ഒരു ഡിപ്ലോമ 2 വർഷം പഠിക്കാൻ സമയമുള്ളവരാണെങ്കിൽ അതിന് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ഡിപ്ലോമയ്ക്ക് ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ ഇതിൽ കുറച്ച് പേരൊക്കെ ഏജ് ലിമിറ്റ്, അതായത് PSCയിൽ ഏജ് ലിമിറ്റ് ഏകദേശം കഴിയാനായവരായിരിക്കും. അവർക്ക് ഞാൻ ഈ കോഴ്സ് സജസ്റ്റ് ചെയ്യില്ല. അതായത് പുതിയതായിട്ട് കുറച്ചുകൂടി കൂടുതൽ PSC എഴുതാൻ പറ്റും, ഏജ് ലിമിറ്റ് ഉണ്ട് എന്നുള്ളവർക്ക് ഈ ഡിപ്ലോമയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഷോർട്ട് ഹാൻഡ്, ടൈപ്പ് റൈറ്റിംഗ് അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, സ്റ്റെനോഗ്രാഫർ, ടൈപ്പിസ്റ്റ് ഇതിനൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാവുന്ന എല്ലാ ക്വാളിഫിക്കേഷനും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഏജ് ഉള്ളവർ തീർച്ചയായിട്ടും അത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിക്കുന്നത് അത്രത്തോളം സജസ്റ്റ് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ടൈപ്പിസ്റ്റ് പോസ്റ്റുകൾ വിളിക്കില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ അതിൽ ഒഴിവുകൾ കുറവായിരിക്കും. ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് കൂടി പഠിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ നിരവധി പോസ്റ്റുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ടൈപ്പ് റൈറ്റിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ, ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് കൂടി പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഡിപ്ലോമ ചെയ്താലും മതി. പിന്നെ അതുപോലെ തന്നെ ITIകളിൽ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ്, ഡിപ്ലോമ ഇൻ കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ഒരു ഡിപ്ലോമയുണ്ട്. അതിലാകുമ്പോൾ ക്വാളിഫിക്കേഷൻ കുറച്ച് കുറവാണ്. ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസ് ആണ് കുറച്ചുകൂടി നല്ലത്. മറ്റേത് 3 വർഷമാണെന്ന് തോന്നുന്നു, ഇത് 2 വർഷത്തെ ഡിപ്ലോമയാണ്. അപ്പോൾ ഈ ഡിപ്ലോമ പഠിക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും പഠിക്കാം. ടൈപ്പ് റൈറ്റിംഗ് മാത്രം പഠിക്കാതെ ഷോർട്ട് ഹാൻഡ് കൂടി പഠിച്ചു കഴിഞ്ഞാൽ, ഷോർട്ട് ഹാൻഡും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും പഠിച്ചു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടി സ്യൂട്ടബിൾ. ഓക്കെ, അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.